ഈ പറയണത് കേട്ടോ കാണികൾ, ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നും കള്ളുടിച്ച് കണ്ട അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ സ്റ്റേജിലേക്ക് പോണത്. കഞ്ചാവോ കള്ളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മരുന്നിൻ്റെ പേരെന്താ, ഇപ്പം ഇന്നത്തെ ഒരു സ്ട്രോങ് ആയിട്ടൊന്നുണ്ടല്ലോ, അതെന്തെങ്കിലുമൊക്കെ അടിച്ചു കാണ്ടാണ് ഇപ്പോൾ സ്റ്റേജിലേക്ക് പോണത് വന്നു. എങ്ങനെ വേളറിയാനേ ഇവൻ്റെ പ്രസംഗിക്കാനേ ത്വരീക്കത്തെ കാട്ടുകള്ളൻ്റെ കുരുവട്ടൂരികളുടെ ത്വരീക്കത്ത് പറയാൻ വേണ്ടിയിട്ട് വലിയ വലിയ മൂല്യന്മാരോടാണ് എടാ വരിയടാ പോരിയടാ എന്നൊക്കെ പറയണത്. അങ്ങനെ പറയപ്പോഴാണ് ശരിക്കും ഓന് മറ്റുമ്മാനെയും പെങ്ങന്മാരെയും വാപ്പാനെയും ആങ്ങളാരെയും അഞ്ചന്മാരെയും ഒന്നും തിരിച്ചറിയാത്തൊരു സമയമുണ്ട്. എപ്പോൾ ഉള്ളിക്ക് കള്ളൻ ചെന്നാൽ ഇന്ന മാതിരിയാണ് ഈ ഹംക്ക്. ഇവൻ കഞ്ചാവ് വലിച്ച മാതിരിയാണ് ഇവന് പ്രസംഗിക്കാൻ വേണ്ടി പീഠത്തുമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഉസ്താദുമാരും ഇല്ല, വേറെ ആരുമില്ല. എല്ലാവരോടും ബെരിയടാ കാട്ടിയടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെല്ലുവിളിച്ചു. അത് നോക്കണി കേട്ടോ ഞാൻ പറയുന്നത് ഇതൊരു പ്രസംഗ. ഉമ്മാക്ക് പറന്ന മുലപ്പാല് കുടിച്ച് വളർന്ന ആൺകുട്ടികളുണ്ടോ? കൊണ്ടുവരികടാ തെളിവ്. ഉളുപ്പില്ലാതെ ഇത്ര പോരൂരടങ്ങള് തലയെ കെട്ടും കെട്ടിയിട്ട് അത് അയച്ചിട്ട് തളപ്പെട്ടി തെങ്ങുമ്പോ കയറിക്കണല്ലോ നിങ്ങൾക്ക് നല്ലത്. ഓൻ്റെ കുഞ്ഞേമേൻ ഓൻ്റെ ഹഴവാനെ ആ തലയെക്കെട്ട് അയച്ചു കണ്ട് ശരിക്കും തെങ്ങുമ്മേ പിന്നെ കവുങ്ങിനും ഒക്കെ തളപ്പാക്കിക്കോ. കാരണം എന്താ അറിയോ, ഇപ്പം സത്യത്തിൽ തെങ്ങ് കയറാനും കവുങ്ങ് കയറാനൊന്നും ആൾക്കാരെ കിട്ടാനില്ല. എന്നാൽ അത് നല്ലോണം അധ്വാനിച്ച് നല്ലോണം തിന്നുമ്പോൾ നല്ല രസം ഉണ്ടാവും. അങ്ങനെ തെങ്ങുമ്മ കയറിക്കാണ്ട് കവുങ്ങുമ്മ കയറിക്കാണ്ടൊക്കെ അധ്വാനിച്ച് തിന്നുമ്പോൾ നല്ല രസം ഉണ്ടാവും ആ ചോറിന്. ഇത് മറ്റൊരുത്തനെ തിന്നുകാണ്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്ട് തിന്നുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. രസം ഉണ്ടാവുന്നതല്ല, രസമില്ല. അത് എത്താപ്പം ജീപ്പ് അറിയണത് ഇതൊരു മനസ്സും കേട്ട് എന്താപ്പം ജീപ്പ് അറിയണത് ഇതൊന്ന് ചിന്തിച്ചു ജനൊന്ന് കേട്ടോക്കാം. എന്താപ്പം ജീപ്പ് അറിയണത് വല്ലാത്തൊരു കഷ്ടം തന്നെയാടാ. അനക്കൊക്കെ ചിലവ് തന്നെ ഇതൊക്കെ ദർസിൽ ഓതി പഠിച്ച് ആ കാസിമന്നാനിൻ്റെ അടുത്താണല്ലോ ജോലി പഠിച്ച് വളപുരത്ത്. അവിടെയൊക്കെ ചിലവ് തന്ന ആൾക്കാർ അനക്ക് നക്കാൻ തന്ന ആൾക്കാർ കേൾക്കുന്നുണ്ടാവും എൻ്റെ ഈ പ്രസംഗം. പഠിച്ചോനെ ഈ ഹയവാന് കൊടുത്ത ആ സമയത്ത് വേറെന്തെങ്കിലും തെണ്ടിയാക്ക് കൊടുത്താൽ മതിയായിരുന്നു എന്ന് കരുതുന്നുണ്ടാവും അവരൊക്കെ. നിങ്ങൾക്ക് എങ്ങനെ ഈ 100 ഈ പ്രകാശത്തിന്റെ വർഷാഘോഷിക്കാൻ പറ്റും? നിങ്ങൾ 89 പിരിഞ്ഞ ടീമല്ലേ, എങ്ങനെ 2026 ആവുമ്പോ 100 ആകുക? നിങ്ങൾക്ക് എണ്ണം തെറ്റിയോ? ഡേറ്റ് ഒക്കെ തെറ്റൽ തുടങ്ങിയോ നിങ്ങൾക്കിപ്പോ? ഈ ഡേറ്റ് തെറ്റലെപ്പോഴാ? രക്തസ്രാവം ഉണ്ടാവുമ്പോഴാ. ഇപ്പൊ നിങ്ങൾ ആകെ കിടന്നിട്ട് ഇങ്ങനെ അശുദ്ധിയിൽ മുങ്ങി കുളിക്കുക. ഒന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് വരിങ്ങളൊക്കെ. ഞങ്ങളെണ്ണം തെറ്റിച്ചാൽ നടക്കണ്ടടാ. ഞങ്ങൾക്ക് എണ്ണം തെറ്റലോ ഞങ്ങൾ നടത്തണം. ഞങ്ങളെ സൗകര്യത്തിന് ഞങ്ങൾ ചിലപ്പോൾ 200 നടത്തും, ഞങ്ങൾ 200 നടത്തും, ചിലപ്പോൾ ഞങ്ങൾ 300 നടത്തും. എൻ്റെ പണിയൊക്കെ എങ്ങായി എൻ്റെ ഡൗസർ കിട്ടോ. ഇത് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്ക് കണക്ക് പഠിപ്പിച്ച ഏതൊലക്കെ അനക്കെന്താ തൊലക്കെ കണക്കൂട്ടാനറിയാം. നാളെ കണക്കൂട്ടിയ സ്റ്റേജിൽ വന്ന് കണക്കൂട്ടി ഞങ്ങൾ കണ്ടല്ലോ. ആ വീഡിയോ ഇപ്പോൾ ഞാൻ കുറേ നോക്കി. ഒരു 10 വരെയുള്ള കണക്ക് പോലും കോലം പോലെ എനിക്ക് കണക്കൂട്ടാൻ പറ്റാതെ എന്നിട്ട് വെച്ചാണ്ട് 89 2026 അങ്ങോട്ട് കൂട്ടിയിട്ട് എൻ്റെ തടിയെടുത്തോ. ഞങ്ങൾ സൗകര്യമാണ് എപ്പോൾ നടത്തണം എന്നുള്ളത്. അത് ഡേറ്റ് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡേറ്റ് തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പൊ പീരീഡിന്റെ സമയാ. അങ്ങ് കുളിച്ച് ശുദ്ധിയായിട്ടുണ്ട്. ഇറങ്ങി നിങ്ങളെ ഞങ്ങൾ കുളിപ്പിച്ചേരാ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അതിനെന്നെ പറ്റും. ഒത്താച്ചി പണിക്ക് തന്നെ പറ്റാൻ സാധ്യത ഉണ്ട്. ഒത്താച്ചി പണിക്ക് ഈ പേറ്റിച്ചിൻ്റെ പണിക്ക് അതിനെന്നെ പറ്റും. അത് നല്ലൊരു പണിയാണ് എനിക്കടാ. കാരണം ഈ പേറ്റിച്ചിൻ്റെ പണിക്ക് പോലെ. കാരണം എന്താ വെച്ചാൽ കുളിപ്പിച്ച് കൊടുക്കുക, എണ്ണ വെച്ച് കൊടുക്കുക. ആ നല്ല പെൺകുട്ടികൾ പ്രസവിച്ച് കിടക്കുന്നിടത്തുണ്ടാവും. അങ്ങനെ ഈ പിന്നെ പേറ്റിച്ച് അതിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുക, എണ്ണ വെച്ച് കൊടുക്കാനും അതുപോലെ കുളിപ്പിച്ച് കൊടുക്കാനും പിന്നെ അതിനിപ്പോൾ എന്നെ വിശ്വസിക്കാൻ പറ്റൂല. വിശ്വാസം ഭയങ്കര അതിനെന്നെ പറ്റും എന്ന് പറഞ്ഞത് കുളിപ്പിച്ച് കൊടുക്കാൻ അങ്ങനത്തേന് പറ്റും എന്ന് പറഞ്ഞത്. അല്ലാതെ തന്നെ ഒറ്റക്കാക്കിയാണ്ട് പറ്റൂല. കുളിപ്പിച്ച് കൊടുക്കുന്ന പരിപാടിക്കൊക്കെ തന്നെ പറ്റും. അത് പറ്റാൻ സാധ്യത ഉണ്ട്. കാരണം അതിനൊക്കെ എനിക്ക് നല്ലോണം വയ്ക്കും പേറ്റിച്ചിൻ്റെ പണിക്ക്. അതാ നല്ലത്. കാരണം ഈ തലി കെട്ടിക്കാണ്ട് ഈ കോലത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് തലി കെട്ടിക്കാണ്ട് വെള്ളത്തുണിയും വെള്ളക്കുപ്പായം ഇട്ടുകാണ്ട് ഈ കോലത്തിൽ സ്റ്റേജുമ്മ കൂടി പ്രസംഗിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തേജോപനം ചെയ്ത് മുസ്ലിമീങ്ങളെ തേജോപനം ചെയ്ത് വലിയ വലിയ ആലിമീങ്ങളെ തേജോപനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് ജാദ്യം പറഞ്ഞ പണിയാണ്. ഒന്നിരിക്കൽ എൻ്റെ തലയിൽ കെട്ടയച്ചുക, എന്നിട്ട് നല്ല തളപ്പുണ്ടാക്കുക, എന്നിട്ട് തെങ്ങുമ്മ കയറാൻ നടക്കുക.
അത് കുറഞ്ഞ ചെറുതാക്കിയാൽ കവുങ്ങുമ്മക്കും കയറാൻ പറ്റും. അങ്ങനെ നല്ല പൈസ ഉണ്ടാക്കിയാണ്ട് തിന്നുമ്പോൾ അത് നല്ല രസം ഉണ്ടാവും. ഒന്നിരിക്കൽ അത് ചെയ്യുക. അതല്ലെങ്കിൽ ഇത് അവസാനം പറഞ്ഞല്ലോ പിന്നെ പേറ്റിച്ചിൻ്റെ പണി കുളിപ്പിച്ച് കിടത്തും എന്ന് പറഞ്ഞല്ലോ, കുളിപ്പിച്ചാൽ വെക്കും. അങ്ങനെ പേറ്റിച്ചിൻ്റെ പണി എടുക്കുക, അല്ലെങ്കിൽ ഒസാത്തി പണി എടുക്കാൻ പോവുക. എന്നാലും നല്ലോണം പൈസ ഉണ്ടാക്കുക. നല്ല പൈസ ആവും, ഹലാലായ പൈസ പോകുമല്ലോ. കാരണം എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നല്ല പിന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുമതേ. അതും നല്ല പണിയാണ്, അതിനെനിക്ക് വയ്ക്കും. എന്നാലും ഈ തലയിൽ കെട്ടണ്ട, എന്നാലും ഈ വെള്ളക്കുപ്പായ എടുക്കണ്ട. ആണെങ്കിൽ ക്ലീൻ ഷേവും ചെയ്തോളാം. ഇതിനൊക്കെ പറ്റും. അതിനൊക്കെ പിന്നെ എൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തുനിന്നൊരു ഇജാസത്ത് വാങ്ങിയാൽ മതി. എന്നാൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഷെയ്ഖ് ഏറ്റെടുത്തോളും, മുഴുവനുമേ എല്ലാ കാര്യവും ഷെയ്ഖ് ഏറ്റെടുത്തോളും. അപ്പോൾ പ്ലീസ് ദയവ് വിചാരിച്ച് ജിൻഡോൻ എന്ത് ചെയ്യും, ഈ പ്രസംഗം നിർത്തിയിട്ട് എനിക്ക് പറ്റിയ പണി, ഏറ്റവും നല്ല പണി, ഇപ്പം ജി പറഞ്ഞ പണിയാണ്, ഏറ്റവും ഹൈറായ പണി, എനിക്ക് ഏറ്റവും ഹൈറായ പണി, ഒന്നിരിക്കൽ ആ തലയിൽ കെട്ടയച്ച് തളപ്പ് കെട്ടിയിട്ട് തെങ്ങുമ്മ കയറുന്ന പണി, അതല്ലെങ്കിൽ ഒസാത്തി പണി. ഈ 2 പണിയിൽ ഏതെങ്കിലും ഒരു പണി, ഇപ്പം ജി പറയപ്പെട്ട 2 പണിയിൽ ഏതെങ്കിലും ഒരു പണി ചെടുക്ക്. അതല്ലാതെ പ്ലീസ് പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജുമ്മ കയറല്ലേ. ഇജാതി ഉളുപ്പില്ലാത്തതല്ലേ പറയണത്, മനുഷ്യന്മാരുടെ ഇടയിൽ കേൾക്കാൻ പറ്റാത്ത. ഇപ്പോൾ അതാ നിലമ്പൂർ പിന്നെ രാഷ്ട്രീയത്തിൻ്റെ പരിപാടി നടക്കണ്. ആ രാഷ്ട്രീയ പ്രഭാഷകർ പോലും പറയാൻ മടിക്കുന്ന, അറക്കുന്ന, വെറുക്കുന്ന വാക്കുകളാണ് സ്റ്റേജ് കയറിക്കൊണ്ട് നീ പറയുന്നത്. ഇജൊന്ന് കേട്ടോക്കാം. എൻ്റെ പ്രസംഗം വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യനെയും കൂട്ടിക്കാണ്ട് ഇജൊന്ന് കേട്ടോക്കാം. ആ ഭാര്യ എന്നോട് പറയും, പൊന്നാര മനസ്സാ, എന്തിനാണ് നിങ്ങളിതിന് നടക്കുന്നത്? നിങ്ങൾക്കെന്നാ വേറെ വല്ല പണിയെടുത്തൂടെ? നിങ്ങൾ എന്തിനാ ഈ മൂല്യന്മാരെ കുറ്റം പറയാൻ പോകുന്നത്? ആ പെണ്ണ് ചോറ് കഴിക്കുന്നുണ്ട്. ആ പെണ്ണ് എന്നോട് പറയും, ഓളടിയിൽ നിന്ന് എൻ്റെ വേദമൊന്ന് വെച്ചോക്കൊണ്ടിച്ച്. അത്ര മോശപ്പെട്ട വാക്കുകളാണ് പൊന്നാര കുഞ്ഞേമേച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലോണം കാത്തോ, സൂക്ഷിച്ചോ, ആഖിറം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.